പശ്ചിമ ബംഗാൾ DGP രാജീവ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ED സുപ്രീം കോടതിയിൽ. ഏജൻസിയോടുള്ള മോശം പെരുമാറ്റത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ED ഹർജി നൽകിയത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ ആരംഭിക്കാൻ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിനോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും നിർദ്ദേശിക്കണം എന്ന് ED സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, പറയൂ. രോഹിണി, നിലവിൽ പശ്ചിമബംഗാളിൽ കൺസൾട്ടൻസി ആയിട്ടുള്ള ഐപാക്കിനെതിരെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ മമതാ ബാനർജി ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിലുണ്ട്. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അതായത് പശ്ചിമബംഗാൾ പോലീസ് മേധാവി രാജീവ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിക്ക് മുൻപിൽ വെച്ചിട്ടുള്ളത്. അതിനെ കാരണമായി ചൂണ്ടിക്കാട്ടിയത് അന്വേഷണ ഏജൻസിയുടെ പരിശോധനയിൽ ആ പരിശോധനാ സമയത്ത് മോശമായി പെരുമാറുകയും ആ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയും അന്വേഷണം മുടക്കുന്ന ഇടപെടലുമാണ് സംസ്ഥാനത്തെ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് പോലീസ് മേധാവിക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, സസ്പെൻഡ് ചെയ്യണം. കൂടാതെ അതോടൊപ്പം നിന്നിട്ടുള്ള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം കൂടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ നടപടികൾക്ക് ശുപാർശ ചെയ്യാൻ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പിനോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും കോടതി ഇടപെട്ടുകൊണ്ട് നിർദ്ദേശിക്കണം എന്ന ആവശ്യം കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ഐപാക് എന്ന കൺസൾട്ടൻസി കമ്പനി തൃണമൂലിന്റെ പ്രചാരണ രീതികളും പ്രചാരണ ശൈലിയുമെല്ലാം തീരുമാനിക്കുന്നത് ഈ കൺസൾട്ടൻസി കമ്പനിയാണ്. ഈ കമ്പനിയിൽ അനധികൃത പണമിടപാട് നടന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. എന്നാൽ ആ റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തുകയും തെളിവായി കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ഡേറ്റകൾ മുഖ്യമന്ത്രി പിടിച്ചെടുക്കുകയും മുഖ്യമന്ത്രി പിടിച്ചുവാങ്ങുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കേസിൽ വാദം നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ DGPയെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപിലേക്ക് വെച്ചത്. കൂടാതെ മമതാ ബാനർജിയുടെ ഇടപെടൽ അത് അന്വേഷണം തടസ്സപ്പെടുത്തുക മാത്രമല്ല തൊണ്ടി മുതൽ മോഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് മമതാ ബാനർജി നടത്തിയത് എന്ന വാദം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി സുപ്രീം കോടതിക്ക് മുൻപിൽ ഉന്നയിച്ചിട്ടുണ്ട്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.